ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ലക്ഷ്മി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു പാചക മത്സരത്തിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു വെറൈറ്റി പായസത്തിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ്, റൈസൻസ്, പിന്നെ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മത്സരത്തിൻ്റെ പ്രിപ്പറേഷനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീട്ടിലിരുന്ന് അതൊക്കെ ചെയ്യുകയാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് സ്പോട്ടിൽ കൊണ്ടു ചെന്നിട്ട് നമുക്കവിടെ ബാലൻസ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് മത്സരം നടത്തുന്നത്. 2 മണിക്കൂറിൽ 3 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി പായസം, പിന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രൈഡ് ഐറ്റവും ഒന്ന് ബോയിൽ ചെയ്ത ഐറ്റവുമാണ് നമ്മൾ മത്സരത്തിൽ തയ്യാറാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു തട്ടുകട കണ്ടില്ലേ? ഇതുപോലെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ ഇന്ന് കാണിച്ചു തരാം. ഓരോന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാവേ. മത്സരത്തിന് വേണ്ടി നമുക്കായിട്ട് കിട്ടിയിരിക്കുന്ന അടുപ്പാണിത്. നമ്മൾ നേരത്തെ വന്ന് ലോട്ട് എടുക്കണം, നമുക്ക് ഏതൊക്കെയാണ് അടുപ്പെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുപ്പ് മാത്രമല്ല, തട്ടുകടയും മാത്രമല്ല ഉള്ളത്, ബാലവേദി അവതരിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോളുണ്ട്. പിന്നെ അലുവയാണ്, അലുവ കിണ്ടലുണ്ട്. അങ്ങനെ നമുക്ക് 103ാമത്തെ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള പ്രകാശ് കലാകേന്ദ്രത്തിൻ്റെ 68ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയ ഓണമധുരം എന്ന പരിപാടിയാണ് നിങ്ങളിന്ന് കാണുന്നത്. ഓണമധുരത്തിൽ നമുക്ക് ഓണക്കളികളുണ്ട്, പാചക മത്സരമുണ്ട്, അലുവ കിണ്ടലുണ്ട്, തട്ടുകടയുണ്ട്, നാടൻ പാട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം ഇവിടുന്ന് പോകാൻ തോന്നാത്തതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ്. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് നിൽക്കുന്നത്. പാചക മത്സരത്തിനായിട്ട് നമുക്ക് അനുവദിച്ച സമയം തുടങ്ങി. നമ്മളങ്ങനെ പായസം ഉണ്ടാക്കാനാണ് ആദ്യം തുടങ്ങിയത്. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ 2 മണിക്കൂറിനകത്ത് ചെയ്ത് തീർക്കണം. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇനി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ? 4 പേരടങ്ങുന്ന 10 ടീമുകളാണ് ഇന്നിവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ലിംഗഭേദമന്യേ മത്സരിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത്. എല്ലാവരും ഒരുപാട് ദിവസം മുൻപേ തന്നെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വർഷങ്ങളായിട്ട് എല്ലാ ഓണത്തിനും സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പാചക മത്സരം. വളരെ വിജയകരമായിട്ടാണ് ഓരോ വർഷവും അത് നടത്തിക്കൊണ്ടു പോകുന്നത്. കൊല്ലം ജില്ലയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ കടവൂര് നീരാവിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു വേദി ഉള്ളത്. നീരാവിൽ SNDPY സ്കൂളിനോട് ചേർന്നിട്ടാണ് ഈ പ്രകാശ് കലാകേന്ദ്ര സ്ഥിതി ചെയ്യുന്നത്. ഓണസമയത്ത് നിങ്ങളൊന്ന് എൻക്വയറി ചെയ്താൽ ഈ ഒരു പായസ മത്സരവും അല്ലെങ്കിൽ ഈ പാചക മത്സരവും ഇതുമായിട്ടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. എല്ലാവരും ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ഓണത്തിനെങ്കിലും ഒരു സൈഡിൽ പായസ മത്സരം നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നാടൻ തട്ടുകടയുണ്ട്. തട്ടുകടയിൽ വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഒരു സൈഡിൽ അലുവ കിണ്ടലുണ്ട്, ഒരു സൈഡിൽ നാടൻ പാട്ടുകളും പാടുന്നുണ്ട്. മറ്റൊരു സൈഡിൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് കുട്ടികളുടെ, ബാലവേദിയിലെ കുട്ടികളുടെ ചെറിയൊരു കടയെന്ന് ഉദ്ദേശിക്കുന്നത് പഴയകാല മിഠായികൾ, കുലുക്കി സർബത്ത്, നമ്മുടെ കുട്ടികൾ 90 കിഡ്സിൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറേ മിഠായികളൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭമായിരുന്നു ആ ബാലവേദിയിലെ കുട്ടികളും ചെയ്തിട്ടുള്ളത്. 2 ടീമായിട്ട്, അതായത് 2 ഹൗസായിട്ട് തിരിഞ്ഞിട്ടാണ് ഇവിടെ മത്സരങ്ങളൊക്കെ നടത്തുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം ഈ ഹൗസിൻ്റെ എൻട്രിയും ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവർ ആ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ആ ഒരു എൻട്രി വരുന്നതും എല്ലാ കാണികളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവട്ടെ. ഞാനിവിടെ തയ്യാറാക്കിയത് ബിസ്കോഫ് ബിസ്ക്കറ്റും പിസ്താഷ്യൂ ആൽമണ്ട് പിന്നെ ക്യാരമൽ ബനാന ഇത്രയും വെച്ചിട്ടുള്ള ഒരു പായസമായിരുന്നു ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്.
അത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പായസമായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസവും കൂടിയായിരുന്നു. റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആവിയിൽ പുഴുങ്ങിയൊരു വിഭവം വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലയുടെയാണ്, അതിനകത്തുള്ള ഫില്ലിങ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇലയുടെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫ്രൈഡ് ഐറ്റമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ണിയപ്പമായിരുന്നു. ഉണ്ണിയപ്പം കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മാംഗോയുടെ പ്യൂരിയും കൂടെ ചേർത്തിട്ടാണ്. സാധാരണ നമ്മൾ പഴമാണ് ഉണ്ടാക്കുന്നത്, ഇത് മാംഗോ പ്യൂരി വെച്ചിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്കിവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് പ്രശസ്ത അഭിനേത്രി മാലാ പാർവതിയാണ് ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഗസ്റ്റ് വന്ന ടൈമിലും മഴയുണ്ടായിരുന്നു. പിന്നെ ചീഫ് ഗസ്റ്റ് ഓരോ ടീംസിൻ്റെ അടുത്ത് വന്നിട്ട് അവരുണ്ടാക്കിയ പായസമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്തും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ചീഫ് ഗസ്റ്റ് പ്രശസ്ത അഭിനേത്രി മാലാ പാർവതിയെ നമുക്ക് നേരിട്ട് കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ നമ്മളുടെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം എല്ലാവരുമായിട്ടൊന്ന് ചില്ല് ചെയ്ത് നിന്നു. പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജഡ്ജസ് വരാൻ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ജഡ്ജസ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയാണ് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അവർ പോയി. അവർ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് റെഡിയാവണം. ഞങ്ങൾ ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കണേ. ചീഫ് ഗസ്റ്റ് തിരികെ പോവുകയാണ്. ജഡ്ജ്മെൻറ്റിനായി ജഡ്ജസ് വരുന്ന ടൈമായി.
ജഡ്ജസ് നമ്മളോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കും. ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്ത ഓയിൽ ഏതാണ്, നമ്മൾ യൂസ് ചെയ്ത അരിപ്പൊടി ഏതാണ്, അങ്ങനെ എല്ലാം ഈച്ച് ആൻഡ് ഈവൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കും. ഇനി ഹൗസിൻ്റെ എൻട്രിയാണ് നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ കുടിക്കാമല്ലോ, വായിക്കൊള്ളു. Second goal. ഇതാ സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യുന്നു വിഭായിപ്പുഴയ്ക്ക്. ഇതാ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട്
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.